അസ്സലാമലൈക്കും, വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. നല്ല വെയിലത്ത് നിൽക്കുവാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ മുകളിൽ ടെറസിൽ വന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇത്തിരി നല്ല വെയിലുണ്ട്. അപ്പം മഴ പെയ്തിട്ട് ഈ ടെറസിൻ്റെ ഈ ഹോളുകളൊക്കെ അടഞ്ഞിട്ടുണ്ടോ അതൊക്കെ നോക്കാനായിട്ട് ഒന്ന് മുകളിൽ കയറിയതാണ്. ആ സമയത്ത് ഞാൻ കരുതി ഇന്ന് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ എവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ എടുക്കുന്നതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഒരു നാടൻ രീതിയിലുള്ള ഒരു പെപ്പർ ചിക്കനാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച സ്പെഷ്യൽ, ഫ്രൈഡേ സ്പെഷ്യൽ. ഓക്കെ, ലോക്ക്ഡൗൺ ചെറിയ ഇളവുകളൊക്കെ ആയിട്ട് ലോക്ക്ഡൗൺ തുടരുന്നു. അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന ഡിഷാണ് കേട്ടോ. ഒരുപാട് ഐറ്റം എല്ലാം കൂടിയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ റിച്ചായിട്ട് ചെയ്യുന്നതല്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ് പറയുന്നു. നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. നമ്മൾക്ക് അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള പെപ്പർ ചിക്കൻ്റെ കുക്കിംഗ് പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അതിലേക്ക് ആദ്യമായിട്ട് നമുക്കതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെപ്പർ തന്നെ എടുക്കാം. ഞാനൊരു 3/4 കിലോ ചിക്കനാണ് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫുള്ള് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നിറച്ചെടുത്തിട്ടുണ്ട്. പെപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുരുമുളക് വള്ളിയിൽ പിടിച്ച നമ്മുടെ സ്വന്തം പെപ്പറാണ് കേട്ടോ. ആകെ ഇവിടെ നിന്ന് കിട്ടുന്നൊരു സംഭവം, സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ കുരുമുളകാണ് കേട്ടോ. ആകെ നമുക്കുള്ളത് കുരുമുളകുണ്ട്, ചക്കയുണ്ട്, ഈ 2 സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുരുമുളകിനെ നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഫൈനാക്കി അരച്ചെടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് എടുത്ത് അതുപോലെ ഫൈനാക്കി അരയ്ക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു 3-4 ഏലക്ക, കുറച്ച് പെരുംജീരകം, പട്ട ക്ഷാമം തുടരുന്നു, പട്ടയുണ്ടെങ്കിൽ പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പട്ടയും ഗ്രാമ്പും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് 2 സംഭവം എൻ്റെ കയ്യിലില്ല. പുറത്ത് പോകുന്നത് കുറവായതുകൊണ്ടൊന്നും സംഭവങ്ങളൊന്നും വീട്ടിൽ എല്ലാം പൂർണ്ണമായിട്ടില്ല, പുറത്തിറങ്ങുന്നതിൽ കുറവാണ്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടാണ്, ഒരുപാട് ചെറുതല്ലെങ്കിലും കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. കാരണം നമ്മളതിൻ്റെ ഗ്രേവിയിൽ അതങ്ങ് അലിഞ്ഞങ്ങ് ചേരും. ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ടല്ലോ സവാള ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കടിക്കാനായിട്ട് കിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഗ്രേവിയിൽ സവാളയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കുന്നതൊക്കെയായി ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇത്തിരി കൂടി വലിപ്പത്തിൽ സവാളയെ കട്ട് ചെയ്ത് ചേർക്കാം. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി 3/4 കിലോ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-20 ചെറിയ വെളുത്തുള്ളിയാട്ടോ എൻ്റെ അടുത്തുള്ളത്. ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഒരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു പീസ് ഇഞ്ചി, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം ഓപ്ഷണലാണ്. ഗരം മസാല പൗഡർ ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. ശരിക്ക് സ്മാഷായിട്ട് അരയ്ക്കുകയല്ല വേണ്ടത്, ഒന്ന് ചതച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഈ കൂട്ടിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സവാളയിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, ചെറിയ ഉള്ളിയുടെ കൂട്ടിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്ന് സൈഡിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി കുക്കായി കിട്ടും. ഓക്കെ, ഈ ടൈമിൽ തന്നെ നമുക്ക് ഒരു 4 പച്ചമുളക്, 5 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയും മുളകും മാത്രം ചേർക്കുക. അത് സ്പൈസി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പൈസ് ലെവൽ കൂട്ടണമെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ
കൂട്ടുകളെല്ലാം ഒരുവിധം വഴന്നിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 3 തക്കാളി ഇത്തിരി കൂട്ടിയിടണം കേട്ടോ. ഈ റെസിപ്പിയിൽ പെപ്പർ ചിക്കനിൽ ഒരു പുളിയുടെ ഒരു കൺസിസ്റ്റൻസി ഇത്തിരി കൂടി നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയും കൂടി ചേർത്ത് നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. തക്കാളി ഒരുപാട് കുക്കായി ഇതിൻ്റെ കൂടെ ചേരണമെന്നില്ല. കാരണം നമ്മളിനി ഇതിൽ ചിക്കൻ ഇടുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വേകുന്ന കൂട്ടത്തിൽ തന്നെ തക്കാളിയും കൂടി അതിൽ കൂടി സ്മാഷായിക്കോളും, കുക്കായിക്കോളും. ഓക്കെ, കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഉപ്പിൻ്റെ കാര്യം മറന്നു പോയി. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ ടൈമിൽ ഏകദേശം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലൊരു ഫുള്ള് 1 സ്പൂൺ, അതിൻ്റെ കൂടെ ഒരു 1/2 മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഈ കൂട്ടിനെ യോജിപ്പിക്കുക. എൻ്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും എനിക്ക് അങ്ങോട്ട് യോജിപ്പിക്കുന്ന കാണിക്കാൻ പറ്റാത്ത കേട്ടോ. ശരിക്കും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത ആ മഞ്ഞളിൻ്റെയും മല്ലിപ്പൊടിയുടെയും എല്ലാ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ചു തണുപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്ത കുരുമുളക്, ഇതാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ടൈമിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൂട്ടിനെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഈ സമയത്ത് ഉപയോഗിക്കാം. ഞാൻ പിന്നെ എണ്ണ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ്, 3/4 കിലോ ചിക്കൻ എന്ന് പറഞ്ഞു. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. കൂട്ടത്തിൽ ഒരു കാരണവൻ ഇരിക്കട്ടെ, നമുക്കൊരു ഗ്രഹനാഥം വേണ്ടേ, ഒരു തലൈവൻ. അങ്ങനെ ഇതിന് മാത്രം ഞാൻ കട്ടാക്കിയില്ല കേട്ടോ. ബാക്കിയെല്ലാം കുഞ്ഞു പീസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 3/4 കിലോ വരത്തുള്ളൂ. ഓക്കെ, ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുരുമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി ഒന്ന് കുക്കായതിന് ശേഷമാണ് ഞാനത് ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ലതുപോലെ ഈ കൂട്ടിനെ ഇളക്കി യോജിപ്പിക്കുക. ഗരം മസാല പൗഡർ ഈ സമയത്തും ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്കാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറഞ്ഞ ഫ്ലെയിമിൽ കണ്ടോ കിടന്ന് ഒരുവിധം കുക്കായിട്ടുണ്ട്. ഓക്കെ, ഈ സമയം നമുക്ക് എന്താ ചെയ്യേണ്ടേ? കുറച്ച് ചൂടുവെള്ളം, 2 ഗ്ലാസോളം വരും കേട്ടോ. ചൂടുവെള്ളം കൂടി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. കുറച്ച് ഗ്രേവി ടൈപ്പാണ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇപ്പോൾ ഈ 2 ഗ്ലാസ് ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. നമ്മുടെ പ്രോസസ്സിങ്ങിൽ നോക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന്. കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ ഞാൻ ഇത്തിരി തിക്ക് ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗീ റൈസിൻ്റെ കൂടെയാണ്. ഒരുപാട് ലൂസ് വേണ്ട എന്ന് കരുതുന്നു. അതുകൊണ്ട് ഇത്ര വെള്ളത്തിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫോൺ ഇനി താഴെ വെച്ചതിന് ശേഷമേ എനിക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ പറ്റൂ കേട്ടോ. യോജിപ്പിച്ചതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇൻഡോർ വയ്ക്കാനായിട്ട് നല്ലൊരു പാൻ്റാണ് കേട്ടോ ഇത്. നമ്മൾ വെള്ളത്തിൽ നമ്മൾ ബോട്ടിൽ വെച്ചിരുന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ലൊരു പ്ലാന്റാണ്.
ഈ ടൈമിൽ ഞാൻ വേറൊരു സംഭവം കൂടി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ നാടൻ രീതിയിലുള്ള പരിപ്പ് കറി. അതിൻ്റെ കൂടെ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നാടൻ പരിപ്പ് കറി വിത്ത് പെപ്പർ ചിക്കൻ ആൻഡ് ഗീ റൈസ്. ഓക്കെ, പരിപ്പ് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് വരുമ്പോൾ തന്നെ നിർത്തുക. ഈ നെയ്യ് ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണം കേട്ടോ. ഇതിനെല്ലാം ഇവർക്കെല്ലാം മിസ്സിങ് ആവുന്നുണ്ട്. കറിവേപ്പില കിട്ടാനില്ല. സോറി ഡിഷസ്. അപ്പോൾ നമ്മുടെ കറി ഓൺ പ്രോസസ്സിങ്ങിലാണ്. കുറച്ച് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു 3/4 കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഈ ഗ്രേവി തന്നെ മതി. ഇതിൽ കൂടി കുറച്ചുകൂടി ഗ്രേവി ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? അതൊരു ഓപ്ഷണലാണ്. ഈ എരിവിനെല്ലാം ഒന്ന് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, നാടൻ കറിയാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഈ ടൈമിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കറിയെ ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ലാസ്റ്റ് കുക്കിംഗ് സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം. ഈ സമയം നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. ഈ 2 സാധനവും എൻ്റെ കയ്യിലില്ല. ഓക്കെ, എല്ലാം നോക്കിയിട്ടോ. എരിവുണ്ട്, ഉപ്പ്, എരിവ് എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. എല്ലാം മണമുണ്ട് കേട്ടോ. സംഭവം സൂപ്പറാട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള പെപ്പർ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഈ കറിവേപ്പിലെങ്കിലും ഞാൻ ഒപ്പിച്ചു, അതുകൂടി ഇരിക്കട്ടെ, അല്ലാതെ ഒരു മിസ്സിങ് പോലെ. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് അവർ ഓൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കും. കുറച്ച് പച്ച വെളിച്ചെണ്ണ നാടൻ കറികൾക്ക് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ്. സംഗതി സൂപ്പറാണ് കേട്ടോ. ഉണ്ടോ? ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു തിക്ക് ഗ്രേവിയാണ് നല്ലത് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ലൂസിനെക്കാളും ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പെറോട്ടയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇന്ന് ഞാൻ ഇത് നെച്ചോറിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഓക്കെകൾ കൂടി പോകുന്നൊന്ന് സംശയം. മാക്സിമം കുറയ്ക്കാം. ലൈറ്റ് കുറവാട്ടോ കിച്ചണിൽ, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ നല്ല റെഡിഷ് കളറായിട്ടോ. ഇതിൽ ക്യാമറയിൽ അത്ര റെഡിഷ് വരുന്നില്ല, നല്ല റെഡിഷ് കളറാണ്. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി നാടൻ റെസിപ്പി അവർ പെപ്പർ ചിക്കൻ സൂപ്പറാട്ടോ. സംഭവം കിടുക്കാച്ചിയാ. നമുക്കത് നമ്മുടെ അവർ ഓൺ നെച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാട്ടോ. സൂപ്പർ കോമ്പിനേഷനാ. അതിൻ്റെ കൂടെ നാടൻ രീതിയിൽ തയ്യാറാക്കിയ പരിപ്പ് കറി. സലാഡൊന്നും ആക്കിയില്ല, പപ്പടമില്ല കേട്ടോ. പപ്പടം വാങ്ങാൻ പറ്റിയില്ല. ഇതും കൂടി നമ്മളിങ്ങനെ നെച്ചോറിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒഴിച്ച് നല്ലൊരു കോമ്പിനേഷനാട്ടോ. ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക. ഓക്കെ, പ്ലെയിൻ പിക്കിളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.
ഓക്കെ, തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. ഇതിന് പലരും പല മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത മെത്തേഡ് ഇതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് ബൈ പറയാം. അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ കൂടെ പറയണം കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ഇല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.